നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൽ വമ്പൻ പടയൊരുക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടിയുടെ ഓഡിയോ കഴിഞ്ഞ ദിവസം വീണ്ടും പുറത്തു വന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണ രംഗത്ത് നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്താൻ KPCCയുടെ പ്രധാനപ്പെട്ട നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രമേശ് ചെന്നിത്തലയടക്കം K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിച്ചിരുന്നത് VD സതീശനായിരുന്നുവെങ്കിൽ ഇപ്പോൾ VD സതീശനിൽ നിന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു രമേശ് ചെന്നിത്തലയും K മുരളീധരനും. കഴിഞ്ഞ ദിവസം K മുരളീധരൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് ഗൗരവം തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ ആ വെളിപ്പെടുത്തലിൽ നടപടിയെടുക്കേണ്ടത് ആരാണ്? പോലീസാണ്. ആഭ്യന്തര വകുപ്പാണ് നടപടിയെടുക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി നടപടിയെടുക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ പെൺകുട്ടിയുടെ മൊഴി ഒരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസ് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല? ഇതാണ് കഴിഞ്ഞ ദിവസം K മുരളീധരൻ ചോദിച്ചത്. സത്യമല്ലേ? ഇത്രത്തോളം വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു, മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി കൊടുക്കുന്നു, എന്നിട്ട് അതിനെ കോൺഗ്രസിനെതിരെ ആക്രമിക്കാനുള്ള ടൂളാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് തെളിവായി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പ് തെളിവായി സ്വീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം, നടപടിയെടുക്കാം, നിയമപരമായി പോവാം. അത് ചെയ്യുന്നില്ല. ചെയ്യാത്തത് കേരളത്തിന്റെ പോലീസാണ്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഈ പോലീസ് നടപടിയെടുക്കാതെ ഇങ്ങനെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. എന്തടിസ്ഥാനം? അതിനുശേഷം പ്രതികരിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ പ്രചരണ രംഗത്ത് പോകുന്നത് ശരിയല്ല. പ്രചരണ രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നത് പോലും ശരിയല്ല. കാരണം അത് എതിരാളികൾക്ക് പാർട്ടി ആക്രമിക്കാനുള്ള ഒരു ആയുധം നൽകുന്നതിന് തുല്യമാണ്. ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എത്ര വ്യക്തമാണ് നിലപാട്. എന്നാൽ പാലക്കാട് സംഭവമോ? പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇന്നും പ്രചരണ രംഗത്തിറങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് KPCCയെ വെല്ലുവിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രമേശ് ചെന്നിത്തലയല്ല, K മുരളീധരനല്ല, ഇനി ആര് പറഞ്ഞാലും ഞാൻ പ്രചരണ രംഗത്തിറങ്ങുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണ രംഗത്ത് വേണമെന്ന് പാലക്കാട് കോർപ്പറേഷനിലെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു. അതായത് ഷാഫി പറമ്പലിന്റെ അടക്കം KC വേണുഗോപാലിന്റെ അടക്കം അനുഗ്രഹാശിസുകളോടെ KPCCയെ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രചരണ രംഗത്ത് സജീവമാണ്. KPCCയിലെ മുതിർന്ന 2 നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെട്ടിട്ട് പോലും, KPCCയുടെ നേതൃനിര ആവശ്യപ്പെട്ടിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടെ പ്രവർത്തകർ പ്രചരണ രംഗത്ത് സജീവമാക്കി നിർത്തുന്നു. പാർട്ടി അംഗമല്ലാതിരുന്നിട്ട് കൂടി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരും പുറത്താക്കിയ വ്യക്തിയാണ്. ആ പാർട്ടി അംഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ തോളത്തെടുത്ത് ചുമന്നുകൊണ്ടാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ നടക്കുന്നത്. DCCക്ക് കടുത്ത എതിർപ്പുണ്ട്, KPCCക്ക് എതിർപ്പുണ്ട്. ഒരു സ്ത്രീ പീഡന കേസിൽ നിരന്തരം ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ പ്രചരണത്തിന്റെ മുന്നിൽ നിർത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് K മുരളീധരൻ, രമേശ് ചെന്നിത്തലയും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്നാൽ KPCCയെ വെല്ലുവിളിച്ച് പാലക്കാട് പ്രചരണ രംഗത്തിൽ മുന്നിൽ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.